കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. കാട്ടാനാക്രമണവും കൃഷിനാശവും തുടർക്കഥയായ ഉർങ്ങാട്ടിരിയിൽ പി കെ ബഷീർ MLA നേതൃത്വത്തിൽ വനം, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും വെറ്റിലപ്പാറയിൽ യോഗം ചേർന്നു. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനിയാലിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാന കിണറ്റിൽ ചാടിയ അട്ടറുമാക്കൽ സണ്ണിയുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെയാണ് യോഗം നടന്നത്. 7.5 കിലോമീറ്റർ സൗര തൂക്കുവേലി സ്ഥാപിക്കാൻ കഴിഞ്ഞ ദിവസം അസിസ്റ്റന്റ് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ കൊന്നൂർ കണ്ടി വരെ സൗര തൂക്കുവേലി നീട്ടണമെന്ന നാട്ടുകാരുടെ ആവശ്യം നിർബന്ധമായും പരിഗണിക്കാൻ പി കെ ബഷീർ MLA വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കൃഷിനാശം സംഭവിച്ചവർക്കുള്ള ധനസഹായം വേഗത്തിലാക്കാനും MLA നിർദ്ദേശം നൽകി. കൃഷി ഇൻഷുറൻസ് അദാലത്ത് നടത്താനും യോഗത്തിൽ തീരുമാനമായി. വന്യമൃഗശല്യം രൂക്ഷമായ ഊർങ്ങാട്ടിരിയിലെ ചുണ്ടത്തുപൊയിൽ, പനമ്പിലാവ്, എടക്കാട്ടുപറമ്പ്, വെറ്റിലപ്പാറ, ഓടക്കയം വാർഡുകളിലെയും ചാലിയാർ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാൻ വിപുലമായ യോഗം MLA നേതൃത്വത്തിൽ വിളിക്കാൻ തീരുമാനിച്ചു. ആന കിണറ്റിൽ വീണ സ്ഥലവും MLA സന്ദർശിച്ചു. എവിടുന്നാണ് ആന ഇറങ്ങി വരുന്നത് കൂടി ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാടിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ആന ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വന്നിട്ട് പിന്നീട് താഴേക്ക് ഇറങ്ങുക. ഇതിനൊക്കെ മെയിൻ പ്രശ്നം ഫെൻസിങ് ഇല്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പണമില്ല. 7 കിലോമീറ്റർ ആ പ്രദേശങ്ങളിൽ തന്നെ ഫെൻസിങ് നടത്തിയാൽ താൽക്കാലികമായിട്ട് ഒരു പരിഹാരം വന്യമൃഗങ്ങൾ കൃഷിയിടത്തേക്ക് വരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. എല്ലാ കൃഷി നശിച്ചു. ആന വന്ന് കവുങ്ങ്, വാഴ, പന്നികളുടെ ശല്യം, ഇങ്ങനെ എല്ലാം കൊണ്ടും കർഷകർ വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രയാസം. എല്ലാവരും സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായ ഒരു സാഹചര്യം. ഇതിന് ഒരു അറുതി സർക്കാർ വരുത്തുക. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരും, താൽക്കാലികമായിട്ട് വരും. അപ്പോൾ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യും, പോകും. പിന്നെയും 7 മാസമായി ഈ 7 ആനകൾ ഈ ഓടക്കായ് വെറ്റിലപ്പാറ ഭാഗത്ത് നാട്ടിൽ കൂടെ നടന്നു. പല ഘട്ടങ്ങളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് പരാതി പറഞ്ഞതാണ്, ഒരു നടപടിയെടുത്തില്ല. ഇപ്പോഴാണ് ഒന്ന് ഉണർന്ന് എഴുന്നേറ്റത്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണം. അവിടെയുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. ഏതായാലും ഈ എറണാകുളം നിയോജകമണ്ഡലത്തിലെ ചാലിയാർ, ഊർങ്ങാട്ടി പ്രദേശങ്ങളിലെ മലയോര മേഖലയിലുള്ള ആളുകളുടെ ഈ കർഷകരുടെ പ്രയാസത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ച് ഇതിന്റെ ഒരു ശാശ്വതമായ ഫെൻസിങ്, മറ്റുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു മീറ്റിംഗ് MLA അടുത്ത ആഴ്ച വിളിച്ചുകൂട്ടി ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് മുൻകൈ എടുക്കുമെന്നാണ് ഇത് പറയുന്നത്. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീലേഖ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ P സലീം, ഡെപ്യൂട്ടി റേഞ്ചർ നാരായണൻ, ബ്ലോക്ക് കൃഷി ഓഫീസർ ഹസീന, ഊർങ്ങാട്ടിരി കൃഷി ഓഫീസർ CT നിഷിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.